ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു ആഫ്രിക്കൻ ഡെലിക്കസിയാണ് മന്ദാസി. ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ സ്നാക്കായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇതിൽ ഈസ്റ്റ് ഇല്ലാതെയാണ് ഞാനിവിടെ ഈ റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉപ്പും ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. ഇനി ഇതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു എഗ്ഗ്, പഞ്ചസാര, ഏലക്കായ പൊടിച്ചത്, പിന്നെ വനില എസൻസ്. ഞാനിവിടെ വനില എക്സ്ട്രാക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വനില എസൻസ് ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ യൂസ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്ക് കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ചേർക്കുന്നത് മെൽറ്റഡ് ബട്ടറാണ്. അൺസോൾട്ടഡ് ബട്ടർ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫ്ലോർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മാവ് പോലെ കുഴച്ചെടുക്കുകയാണ്. ഞാൻ ഈ പറയുന്ന അളവ് ഈ പൊടിക്ക് നല്ല കറക്റ്റാണ്. ഈ വെള്ളം കൂടിയ പോലെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാവിനനുസരിച്ചിട്ട് വെള്ളം കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. അപ്പം ചെറിയ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ വെള്ളം കൂടുതലാണെങ്കിൽ ലേശം പൊടിയോട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊരു 4-5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആവണ വരെ നമ്മളിതിനൊന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഡോ ഒരു 15 to 20 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഒരു 20 മിനിറ്റ്സിന് ശേഷം എടുത്തിട്ട് നമ്മൾ ഈ ഡോ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിനെ ഓരോന്നിനെ ഓരോ ബോൾ ഷേപ്പാക്കി മാറ്റി വെക്കുക. എന്നിട്ട് ഓരോ ഡോ ബോളിനും നമ്മളൊരു 1/4 ഇഞ്ച് തിക്നെസ്സുള്ള റൗണ്ടാക്കിയിട്ട് പരത്തിയെടുക്കുകയാണ്. ഇതുപോലെ പരത്തിയതിന് ശേഷം നമുക്കിനി ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കാം. സൈസ് നിങ്ങളിഷ്ടത്തിന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പിലോ നമുക്കിതിനെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. മീഡിയം ഹീറ്റിൽ ചൂടാക്കിയിട്ടുള്ള ഓയിലിട്ടിട്ട് 2 ഭാഗവും മറിച്ചിട്ട് ഗോൾഡൻ കളർ ആവണ വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൽ ഈസ്റ്റൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ റെസ്റ്റിംഗ് ടൈമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ വെക്കാനേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാവ് കുഴച്ചതിന് ശേഷം ഇതുപോലെ പരത്തി കട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.